ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാളം കൂട്ടാനെ കുറിച്ചിട്ടാണ്. ആവശ്യമായിട്ടുള്ള നാളികേരം 1 കപ്പ്, പിന്നെ പച്ചമുളക്, ജീരകം, കുരുമുളക്, കറിവേപ്പില, 1 കപ്പ് തൈര്. അപ്പോൾ ആദ്യം നമ്മൾ അരപ്പ് റെഡിയാക്കാം. അരപ്പിനാവശ്യമായത് 1 കപ്പ് നാളികേരവും 1 കപ്പ് തൈരും, പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ജീരകം, കുരുമുളക്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ അരയണം. നമ്മൾ കാളൻ ഉണ്ടാക്കുന്ന സാധാരണ നമ്മൾ കുറുക്ക് കാളൻ ഉണ്ടാക്കുന്ന അതേ അരപ്പാണ് വേണ്ടത്. അരച്ചെടുത്ത ശേഷം ഉപ്പ് നമുക്ക് കറി ഉണ്ടാക്കിയ ശേഷം ചേർത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു കറിയാണ്. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള, ചിലവർക്കൊക്കെ അറിയായി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കുകയാണ്. ഇനി നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിക്ക് ഉപയോഗിക്കുന്ന എണ്ണ, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏത് എണ്ണയിലും കുഴപ്പമില്ല, അത് വറുത്തിടാൻ എടുക്കുക. സാധാ പോലെ കടുക്, ഉലുവ, പിന്നെ നീളം മുളകുണ്ടല്ലോ, നീളം മുളകും, പിന്നെ കറിവേപ്പില നന്നായിട്ട് വറുത്തെടുക്കുക. സിമ്മിലിട്ടിട്ടേ ചെയ്യാൻ പാടും. അതിന് ശേഷം ഇതൊക്കെ ഒന്ന് പൊക്കിയ ശേഷം നമ്മൾ ഈ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ അര സ്പൂൺ വേണ്ട, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി എൻ്റെ സ്പൂൺ വളരെ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് എനിക്കതിൻ്റെ അളവ് അറിയും, കറക്റ്റായിരിക്കും. അപ്പോൾ ഒരു 1/4 സ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി അതിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറിക്കൊരു കളറും കൂടുതൽ കിട്ടും, അതേപോലെ നല്ലൊരു മണവും ഉണ്ടാവും. പക്ഷേ മഞ്ഞൾപ്പൊടി നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകണം. നമ്മൾ നന്നായിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കണം. ഈ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇതെല്ലാം നമുക്ക് ചേർക്കാം. പിന്നെ അരപ്പ് ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കണം. നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ഈ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി അരപ്പായിരിക്കും ഒഴിച്ചു. ഈ അരപ്പ് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ മോരിലെയും പിന്നെ ഈ നാളികേരത്തിൻ്റെയും ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് മാറിക്കിട്ടണം. അപ്പോൾ നമ്മൾ ഇളക്കിയും കൊണ്ടേയിരിക്കണം, കൈവിടാതെ ഇളക്കിയും കൊണ്ടേയിരിക്കണം. വല്ലാതെ തിളക്കിയൊന്നും വേണ്ട, ഒരു ചൂട് കിട്ടിയിട്ട് ഒന്ന് ഇതായാൽ മതി. നമുക്കറിയും അത് ചെറുതായിട്ടൊരു തള വരുമ്പോൾ നമ്മൾ ഓഫാക്കി വെക്കണം. ഇനിയിപ്പോൾ ചിലവർ ഈ കറിയിൽ ശർക്കരയൊക്കെ പൊടിച്ചിടും, മധുരം ഇത്തിരി ചേർക്കുക, അത് വേണമെങ്കിൽ ചേർക്കുക, അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം, അത് ഓപ്ഷനിലാണ്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. ഇനി ഇങ്ങനെ ഈ കറി ഒന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. പിന്നെ എൻ്റെ ഈ ചെറിയൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നല്ലപോലെ വേണം. അപ്പോൾ അതിന് ഇനിയും വരുന്ന വീഡിയോസിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.